ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന പാഠാവലി എക്സാമിന് വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഫസ്റ്റ് നമുക്ക് പദപരിചയം നോക്കാം. കുറച്ച് വേർഡ്സും അതിൻ്റെ മീനിങ്സുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, നോക്കൂ. അപൂർവത എന്ന് പറഞ്ഞാൽ എന്താണ്? മുമ്പില്ലാത്ത സ്ഥിതി അഥവാ അസാധാരണത്വം. ദെൻ വിപുലം മീൻസ് വിസ്താരമുള്ള. ദെൻ സാമഗ്രി, സാധനം, ഉപകരണം. ദെൻ ഇനം മീൻസ് എന്താണ്? താരമല്ലേ. സുലഭം, ധാരാളമായി കിട്ടുന്നത്. ദെൻ ഉദരം എന്ന് പറഞ്ഞാൽ എന്താണ്? വയറ്. ദെൻ ദൈർഘ്യം, നീളം. ദിഗ്ഭ്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? ദിക്കുകൾ തിരിച്ചറിയാത്ത അവസ്ഥ. നിർണയിക്കുക മീൻസ് നിശ്ചയിക്കുക. കൈലേസ് എന്താണ് അർത്ഥം വരുന്നത്? തൂവാല അല്ലെങ്കിൽ ടവൽ അല്ലേ. ദെൻ അർദ്ധവൃത്താകാരം, പകുതി വൃത്തത്തിൻ്റെ ആകൃതി. അപ്പോൾ വേർഡ്സിൻ്റെ മീനിങ്സ് ഒക്കെ കൂട്ടുകാർ നന്നായി പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓരോ കുട്ടിയെയും പരിഗണിച്ചായിരുന്നു ടോമോയിലെ കായികമേള. എങ്ങനെയൊക്കെയാണ് കൊബയാഷി മാസ്റ്റർ ഓരോരുത്തരെയും പരിഗണിച്ചിരുന്നത്? കൊബയാഷി മാസ്റ്ററുടെ ഈ സവിശേഷതയെക്കുറിച്ച് ചർച്ച ചെയ്യൂ. നിങ്ങളുടെ കണ്ടെത്തലുകളെല്ലാം ചേർത്ത് കുറിപ്പ് തയ്യാറാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കൊരു മാതൃക നോക്കാം. കൂട്ടുകാരെന്ത് ചെയ്യുക? കൂട്ടുകാരുടെ വാക്കുകൾ ഉപയോഗിച്ച് എഴുതുക. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. ടോമോ സ്കൂളിലെ കായികമേളയിൽ ഓരോ കുട്ടിയെയും പ്രത്യേകം പരിഗണിക്കുന്ന രീതിയാണ് കൊബയാഷി മാസ്റ്റർ സ്വീകരിച്ചത്. കുട്ടികൾക്കായി പുതിയ ചില മത്സരങ്ങൾ കൊബയാഷി മാസ്റ്റർ കണ്ടുപിടിച്ചിരുന്നു. കായിക സാമഗ്രികളൊന്നുമില്ലാതെ ലഭ്യമായ സൗകര്യത്തിലാണ് മത്സരങ്ങൾ നടത്തിയിരുന്നത്. മത്സരത്തിൽ വിജയിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് അതിൽ പങ്കെടുക്കുന്നതെന്ന് അദ്ദേഹം കുട്ടികളെ ബോധ്യപ്പെടുത്തി. മത്സരത്തിൽ പങ്കെടുക്കാനാകാതെ യസോക്കിച്ചാനെ പോലുള്ള കുട്ടികൾക്ക് മത്സരം നിയന്ത്രിക്കുന്ന ചുമതല നൽകി. ഇത്തിരിയോളം പോകുന്ന കൈകാലുകളുടെ ഉടമയായ തകാഹാഷി പോലെയുള്ളവരെ മത്സരത്തിൽ ഉൾപ്പെടുത്താനും മാസ്റ്റർ ശ്രദ്ധിച്ചു. കുട്ടികൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കാൻ ഈ രീതി സഹായിച്ചു. എല്ലാവരും ഒത്തൊരുമിച്ച് ഉത്സവം ആഘോഷിക്കുന്നത് പോലെയായിരുന്നു ടോമോസ് സ്കൂളിലെ കുട്ടികൾ കായികമേളയിൽ പങ്കെടുത്തിരുന്നത്. കൊബയാഷി മാസ്റ്ററും മറ്റ് അധ്യാപകരും കുട്ടികളോടൊപ്പം എല്ലാറ്റിലും മുന്നിൽ നിന്നു. ഓക്കെ, ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മഞ്ഞക്കിളിയുടെ ഡയറിയാണ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഞ്ഞക്കിളി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അവന് ഉറക്കം വന്നതേയില്ല. അന്നത്തെ സംഭവങ്ങൾ ഓരോന്നായി അവൻ്റെ മനസ്സിൽ മിന്നിമറിഞ്ഞു. അവൻ തൻ്റെ ഡയറിയിൽ കയ്യിലെടുത്ത് എഴുതാൻ തുടങ്ങി. മഞ്ഞയുടെ അന്നത്തെ ഡയറി കുറിപ്പ് എങ്ങനെയായിരിക്കും എഴുതി നോക്കൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. നമുക്ക് ഡയറി എഴുതുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഡേറ്റും ഡേയും എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് എഴുതാം. പുറത്ത് നല്ല മഴയാണ്. ഉറക്കം വരുന്നതേയില്ല. ഇന്ന് വൈകുന്നേരം വീടിനടുത്ത് മൈതാനത്ത് ഫുട്ബോൾ കളിക്കാൻ പോയിരുന്നു. മുമ്പ് ഫുട്ബോൾ കളിക്കാൻ മൈതാനത്തിലെത്തുമ്പോൾ പ്രകാശിൻ്റെ ടീമിലായിരുന്നു നിന്നിരുന്നത്. അവൻ എന്നെ എപ്പോഴും ഗോളിയായിട്ടാണ് നിർത്തിയിരുന്നത്. പക്ഷേ എനിക്കത് ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ ഞാൻ മനഃപൂർവ്വം കയ്യിൽ വരുന്ന പന്തുകളെല്ലാം വിട്ടുകളയുമായിരുന്നു. അതിൽ പിന്നെ അവൻ്റെ ടീമിൽ എന്നെ കളിക്കാൻ കൂട്ടിയില്ല. ഏത് ടീമിൽ കളിക്കുമ്പോഴാണോ പ്രകാശിൻ ടീമിനെ കളിച്ചുകൊണ്ടിരിക്കുക സുമംഗലൻ എന്താ പറഞ്ഞു നോക്കൂ. സുമംഗല മൈതാനത്ത് കൂടെ നടന്നു വരികയായിരുന്നു. അവൾ ചോദിച്ചു. എന്നെയും കൂടെ? എന്താണ് സുമംഗല അപ്പോൾ ആ സമയത്ത് മൈതാനത്ത് കൂടെ നടന്നു വരികയായിരുന്നു. അവൾ ചോദിച്ചു, എന്നെയും കൂടി ഒന്ന് കളിക്കാൻ കൂട്ടുമോ? പക്ഷേ എന്താണ്, പ്രകാശനും ഞാനും പൊട്ടിച്ചിരിച്ചു. പെൺകുട്ടികൾ ആരെങ്കിലും ഫുട്ബോൾ കളിക്കുമോ? നീ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്ക് എന്ന് പറഞ്ഞല്ലേ പ്രകാശ് കളിയാക്കി പറഞ്ഞു. ഞാനും ഒപ്പം കളിയാക്കുകയും ചിരിക്കുകയും ചെയ്തു. ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അപ്പോൾ കൂട്ടുകാർ ക്ഷമിക്കുക. ഓക്കെ, ദെൻ അവളുടെ അച്ഛൻ ഒരു ഫുട്ബോൾ കളിക്കാരനാണ്. അച്ഛനോടൊപ്പം അവളും പന്ത് കളിക്കാറുണ്ട്. ഇപ്പോൾ അവൾക്ക് മൈതാനത്ത് കളിക്കാനാണ് ആഗ്രഹം. അതിമോഹമാണ് എന്ന് പറഞ്ഞ് അതിമോഹമാണെന്ന് ഞങ്ങൾ പറഞ്ഞല്ലേ. ഇതെല്ലാം ആൺകുട്ടികൾക്ക് മാത്രമുള്ളതാണെന്ന് പറഞ്ഞു. ഞങ്ങൾ അവളെ ഒരുപാട് കളിയാക്കി. വളരെ സങ്കടത്തോടു കൂടി അവൾ മൈതാനത്ത് നിന്ന് പോകുന്നത് ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു. രാത്രി വീട്ടിലെത്തിയപ്പോൾ അമ്മയോട് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. പക്ഷെ അമ്മ തിരിച്ചായിരുന്നു പ്രതികരിച്ചത്. പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ പാടില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞതെന്ന് അമ്മ അരിശത്തോടെ ചോദിച്ചു. ശേഷം അമ്മ ലാപ്ടോപ്പിൽ പഴയ ഒരു ലോകകപ്പ് വനിതാ ഫുട്ബോൾ മത്സരം കാണിച്ചു തന്നു. അതിൽ ബ്രസീലിൻ്റെ മാർത്ത എന്ന താരത്തിൻ്റെ പ്രകടനം കണ്ട് ഞാൻ അന്തം വിട്ടുനിന്നു പോയി. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ടൂർണമെൻറ്റുകൾ ഉണ്ടെന്നും കേരളം അതിൽ പലതവണ വിജയിച്ചിട്ടുണ്ടെന്നും അമ്മ പറഞ്ഞു. ഞാൻ ഇതെല്ലാം കേട്ട് മിണ്ടാതെയിരുന്നു. ഇതൊന്നും ആൺകുട്ടികളുടെ കുത്തകയല്ലെന്നും അങ്ങനെ ചിന്തിക്കുന്നത് നല്ല ആൺകുട്ടികളുടെ ലക്ഷണമല്ലെന്നും അമ്മ പറഞ്ഞു തന്നു. ഇങ്ങനെ സുമംഗലയും വാർത്തയിൽ മാർത്തയെ പോലെ വാർത്ത നൽകിയിട്ടുള്ളത് എന്താണ്? മാർത്തയെ പോലെ വളർന്നില്ലെങ്കിലും അവൾക്ക് ഇഷ്ടപ്പെട്ട കളിയിൽ ഏർപ്പെടാൻ അവകാശമുണ്ട്. അമ്മയുടെ വാക്കുകൾ എന്നെ വളരെയധികം വേദനിപ്പിച്ചു. അമ്മ
പറഞ്ഞതിൽ എന്നെ വളരെയധികം വേദനിപ്പിച്ചു. അമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം ശരിയാണോ എന്നറിയില്ല, പക്ഷേ ഇന്ന് എനിക്ക് ഉറക്കം വരുന്നതേ ഇല്ല. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം, ഇതുപോലൊരു ഡയറി തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ.